السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ആമുഖ ഭാഷണത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതുപോലെ തന്നെ ശഅബാൻ മാസം നമ്മോട് യാത്ര പറയാനും നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം താല്പര്യത്തോടെ പ്രാർത്ഥന മനസ്സോടുകൂടെ പ്രതീക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ റമദാൻ അത് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുകയാണെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് വന്നു ചേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സോടെ ആരോഗ്യത്തോടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുമൊക്കെ എനിക്കും നിങ്ങൾക്കുമൊക്കെ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മനസ്സിനകത്ത് തഖ്വ കുടികൊള്ളുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും റമദാൻ ഒരാവേശമാണ്. മനുഷ്യരായ നാമൊക്കെ നമ്മുടെ ഇന്നലകളിൽ പല അബദ്ധങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷം അതൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറയാനും ആ പാപങ്ങളൊക്കെ കഴുകിക്കളയാനുമുള്ള ഒരു സുവർണാവസരമാണ് എന്ന് നമുക്കറിയാം. നമ്മളാരും മലക്കുകളല്ലല്ലോ. സംസാരത്തിലോ നോട്ടത്തിലോ പെരുമാറ്റത്തിലോ ഇടപെടലുകളിലോ ക്രയവിക്രയങ്ങളിലോ ഒക്കെ അരുതായ്മകൾ, അബദ്ധങ്ങൾ സംഭവിച്ചു പോകാൻ ഇടയുണ്ട്. പക്ഷെ അതൊക്കെ റഹ്മാനായ റബ്ബിനോട് ഏറ്റുപറയാൻ, അതൊക്കെ കഴുകിത്തുടച്ച് വിമലീകരിച്ച വിശുദ്ധീകരിച്ച ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിക്കൊണ്ട് റമദാനിനെ യാത്രയക്കാനുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റമദാനിൽ ഒട്ടനവധി ഇബാദത്തുകൾ കൊണ്ട് കണക്കില്ലാത്ത പ്രതിഫലം വാരിക്കൂട്ടാൻ, മറ്റിതര മാസങ്ങളിൽ നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലമല്ല
അതേ പ്രവർത്തനം റമദാനിലാകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും റമദാൻ വരുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു മുന്നൊരുക്കമുണ്ട്. പലയിടങ്ങളിലും നമ്മുടെ പള്ളികളും വീടുകളും ഒക്കെ നമ്മളൊരു ഒരുക്കമാണ്. ഈ ഒരു ക്ലാസ് ഇതിൽ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും നിങ്ങൾ കേൾക്കാത്തതൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. പക്ഷെ അതും ഒരു ഒരുക്കമാണ്. നമ്മൾ വർഷത്തിൽ ചെയ്യുന്നത് പോലെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നു, സഹോദരികൾ അവരുടെ നിസ്കാരക്കുപ്പായവും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു വെക്കുന്നു, പള്ളികളൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നു, ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് പെയിന്റൊക്കെ അടിച്ച്, അല്ലേ? ആ രൂപത്തിൽ ഒരു ഒരുക്കം, ഇതേ രൂപത്തിൽ നമ്മുടെ മാനസികമായ ഒരു ഒരുക്കമാണ്. ഇത്തരം ഒരുക്കങ്ങൾക്കൊക്കെ ഉപരിയായി സുപ്രധാനമായ ഒരു കാര്യം മാനസികമായ സന്നദ്ധത പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. പുറത്ത് നമുക്ക് പല പ്രവർത്തനങ്ങളിലൂടെ പല ഒരുക്കങ്ങളും നമുക്ക് നടത്താം. അതിലുപരി മനസ്സ് സജ്ജമാക്കുക, മനസ്സ് റമദാനിനെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും അതിപ്രധാനമായ ഒരു വിഷയം. ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്ത് നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 183 വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പഠിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, പൂർവികരായ നിങ്ങളുടെ പൂർവികർക്കും നോമ്പ് നിർബന്ധമായിരുന്നു, അപ്രകാരം ഇതാ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാവാൻ വേണ്ടി. ഈ ആയത്തുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ വചനം, അതിനകത്ത് ഒന്നാമത്തെ പദം എന്താ? അള്ളാഹു പഠിപ്പിക്കുന്നത്, അള്ളാഹു വിളിക്കുന്നത് ആരെയാണ്? യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ. അതാണ് അള്ളാഹുവിൻ്റെ വിളി. അപ്പം നമ്മൾ ഈ റമദാൻ ഇങ്ങനെ വരുമ്പോൾ, റമദാൻ ഒന്ന് തുടങ്ങുമ്പോൾ ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം, പത്രമാധ്യമങ്ങളിൽ കാണാം, ഇന്ന രാഷ്ട്രീയ പ്രമുഖർ അവർ കുടുംബത്തോടെ നോമ്പെടുക്കുന്നവരാണ്, ഇന്ന ഫിലിം സ്റ്റാറുകൾ, ഇന്ന സെലിബ്രിറ്റികൾ വർഷങ്ങളായി നോമ്പെടുക്കുന്നവരാണ്, അല്ലേ? നമ്മൾ കാണാറുണ്ട്. അതൊക്കെ നമ്മളും ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. നമുക്കെന്തോ ഒരു സായുജ്യമണി അടയുന്നത് പോലെയാണ് അതൊന്ന് ഷെയർ ചെയ്താലൊക്കെ. അതുകൊണ്ട് ശാരീരികമായ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കുമല്ലോ അവരൊക്കെ അത് നേടുന്നതും അത് എടുക്കുന്നതും. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാഴ്ചപ്പാട് ഇതൊന്നുമല്ല. അവന് കൊളസ്ട്രോൾ ഒന്ന് താഴ്വാനോ, അവന്റെ ഷുഗർ ലെവല് ഒന്ന് താഴ്ന്നു കിട്ടാനോ, ആരോഗ്യപരമായ എന്തെങ്കിലും ഒരു നേട്ടം അല്ല വിശ്വാസി ഉദ്ദേശിക്കുന്നത്. അതിലൂടെ അത് അവന് ലഭിച്ചേക്കാം. പക്ഷേ ആത്യന്തികമായി ഒരു വിശ്വാസിയുടെ ലക്ഷ്യം ഇതല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത് വിശ്വാസികളെ എന്നാണ്. എല്ലാവർക്കും ഉള്ളതല്ല നോമ്പ് എന്നർത്ഥം. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ഗൗരവത്തോടെ കൂടെ ആലോചിക്കേണ്ട വിഷയം, നോമ്പ് എല്ലാവർക്കും ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ നോമ്പിന് അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ പ്രതിഫലം അത് എല്ലാവർക്കും കിട്ടൂല. അത് സയൻസ് പറയുന്ന ചില പ്രതിഫലങ്ങൾ ഉണ്ടാകും, അത് ഇതെടുക്കുന്ന ആളുകൾക്കൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷെ അള്ള പറഞ്ഞ പ്രതിഫലം കിട്ടണമെങ്കിൽ അള്ള വിളിച്ചത് ആരെയാണോ അവര് നോമ്പെടുക്കണം. അപ്പൊ നമ്മൾ ഒന്നാമതായി പരിശോധിക്കേണ്ടത് എന്താണ്? നമ്മൾ ആ അള്ള വിളിച്ച ആളുകളാണോ എങ്കിലാണ് നമ്മൾ നോമ്പിനെ വരവേൽക്കാൻ തയ്യാറാവേണ്ടത്. അവരായിട്ടുണ്ടോ നമ്മൾ എന്നാണ് ഒന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം യാ അയ്യുഹന്നാസ് കുതിബ അലൈക്കും എന്നല്ല അള്ള പറഞ്ഞത്, മനുഷ്യരെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധം എന്നല്ല. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങൾക്കാണ് നോമ്പ് നിർബന്ധം. ആരാണ് വിശ്വാസികൾ? എന്താണ് ഒരു വിശ്വാസപരമായ വിശുദ്ധീകരണം? മനസ്സിനെ ആദ്യം ശുദ്ധിയാക്കേണ്ടത്
വിശ്വാസപരമായ ശുദ്ധീകരണമാണ്. എങ്ങനെയാണ് അത് ശുദ്ധീകരിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിലെ 82-ാമത്തെ വചനം. ഞാൻ ചില ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്നവരായിരിക്കും. ഖുതുബകളിലൂടെ ക്ലാസ്സുകളിലൂടെ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നവരായിരിക്കും. ഒരു വചനം, അല്ലദീന ആമനു വലം യൽബിസൂ ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ആരാണവർ? അല്ലദീന ആമനു, അവർ വിശ്വസിച്ചവരാണ്. എങ്ങനത്തെ വിശ്വാസം? എല്ലാരും വിശ്വസിച്ചിട്ടുണ്ട്, ഞാനും വിശ്വസിച്ചിട്ടുണ്ട്. വാപ്പയമ്മയൊക്കെ മുസ്ലിമാണ്, ഞാനും മുസ്ലിമാണ്. ഞങ്ങൾക്കും പറയാൻ അറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങൾ പറയലുണ്ട്. ഞങ്ങൾ പലവട്ടം പറയുന്നവരാണ്. കുടുംബത്തിലെല്ലാവരും മുസ്ലിങ്ങളാണ്, ഞാനും മുസ്ലിങ്ങളാണ്. റേഷൻ കാർഡിൽ മുസ്ലിം മാപ്പിളാന്നുണ്ട്, ഇസ്ലാം മാപ്പിളാന്നുണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റിലുണ്ട്. അല്ല, അള്ളാഹ് പറയുന്നു അങ്ങനത്തെ ആളുകളല്ല. അല്ലദീന ആമനു വലം യൽബിസൂ ഈമാനഹും ബിദുൽ. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അവർ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ആ വിശ്വാസത്തിലേക്ക് അവർ ദുൽമ കലർത്തിയിട്ടില്ല. എന്താണ് ദുൽമ? ദുൽമ കലർത്താത്ത വിശ്വാസത്തിന്റെ വാഹകരാണവർ. അവർക്കാണ് നോമ്പ് നിർബന്ധം. ഇതൊക്കെ അങ്ങോട്ടാണ് കണക്ഷൻ. എന്താണ് ദുൽമ? നമുക്ക് പറയാം. ഇവർക്ക് ലഭിക്കുന്ന ഒരു ഗുണം അല്ലാഹു പറയാൻ, ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഇവർക്ക് നിർഭയത്വം ഉണ്ടാവും, പേടി ഉണ്ടാവില്ല. അപ്പം പരിശോധിക്കണം. ദുൽമ കലർന്നിട്ടില്ല എങ്കിൽ ഒരു ധൈര്യമുണ്ടാകും, മാനസികമായ ധൈര്യം. ആളുകൾ പറഞ്ഞു പേടിപ്പിക്കുമ്പോൾ പേടി ഉണ്ടാവൂല. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് ഉണ്ടാകും. അയാൾ ഇങ്ങനെ തകർന്ന് തരിപ്പണമായി പോകൂല. ലഹുമുൽ അംൻ, ശരിയായ ഈമാനുള്ളവന് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം ലഹുമുൽ അംൻ, അംനാണ്. ഈമാനുള്ളവന് അംനുണ്ടാവും. ഇത് നമ്മൾ വേറെ ആരെ അളക്കാനല്ല. ഈ പറയുന്ന എനിക്ക്, എന്നെയും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും റമദാനിന് മുമ്പേ നമ്മളെ അളന്ന് തൂക്കി നോക്കാനാണ്. അതിനുള്ള സ്കെയിലാണിത്. ഒന്ന് തൂക്കി നോക്കുക, ഒന്ന് അളന്നു നോക്കുക. എനിക്ക് അംനുണ്ടോ? ഉണ്ടെങ്കിൽ വഹും മുഹ്തദൂൻ, അവർക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ എന്ന് പറയാം. ഇനി എന്താണ് ദുൽമ? എന്താണ് ദുൽമ? ഈ ആയത്തിറങ്ങിയപ്പോ ദുൽമിന് സാധാരണ അക്രമം, തിന്മ എന്നൊക്കെ അർത്ഥമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനം സ്വഹാബത്തിന്റെ മുമ്പാകെ ഓതിക്കൊടുത്തപ്പോ അവരും പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കിയത് അതേ അർത്ഥമാണ്. ഈ ആയത്തിറങ്ങിയപ്പോ ലമ്മാ നസലതു വലം യൽബിസു ഈമാനഹും ബിദുൽം ശഖ്ഖ ദാലിക അലാ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ അനുചരന്മാർക്ക് പ്രവാചകന്റെ പുണ്യചുണ്ടുകളിൽ നിന്ന് ഈ വചനമങ്ങ് ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോ സ്വഹാബത്തിന് പ്രയാസമായി, വല്ലാത്ത ഒരു പ്രയാസം. ആരാ ഞങ്ങളുടെ കൂട്ടത്തിൽ തിന്മ ചെയ്യാത്തവർ? ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ, ഞങ്ങളൊന്നും പ്രവാചകന്മാരല്ലല്ലോ, ഞങ്ങളൊന്നും മലക്കുകളല്ലല്ലോ. ഖാലൂ വഅയ്യുനാ ലം യദ്ലിമു നഫ്സ. അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളിൽ ആരാണ് തിന്മകൾ ചെയ്തു പോവാത്തത്? ഞങ്ങളിൽ ആരാണ് അക്രമം ചെയ്തു പോവാത്തത്? ജീവിതത്തിൽ അബദ്ധ സഞ്ചാരം നടത്താത്തവർ അള്ളാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങളിൽ ആരാണ്? അവർക്കേ അമ്നുള്ളൂ, അവർക്കേ ഹിദായത്ത് ലഭിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്താകും പ്രവാചകരെ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ തിരുത്തിക്കൊടുത്തു. ലൈസ കമാ തദുന്നൂൻ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല വിഷയം, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല അതിന്റെ അർത്ഥം. ഇന്നമാ ഖാല ലുഖ്മാനു ലിബ്നിഹി, ഇത് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിച്ചപ്പോ പറഞ്ഞ ഒരു ദുൽമില്ലേ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. മോനെ, നിന്റെ ജീവിതത്തിൽ നീ ശിർക്ക് ചെയ്യരുത്.
നീ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, നീ അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത്, നീ അല്ലാഹുവല്ലാത്തവരെ ഭയപ്പെടരുത്, നീ അല്ലാഹുവല്ലാത്തവരെ പ്രതീക്ഷ അർപ്പിക്കരുത്, നീ അല്ലാഹുവല്ലാത്തവരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ വരവേൽപ്പിച്ചുകൊണ്ട് ജീവിക്കരുത്. ലാ തുശ്രിക് ബില്ലാഹ്, ഇന്ന ശിർക, കാരണം ശിർക്കുണ്ടല്ലോ അത് ദുൽമുൻ അദീം, ഏറ്റവും വലിയ ദുൽമാണ്. ഇതാണ് ഏറ്റവും വലിയ ദുൽമ. ഇവിടെ പറഞ്ഞ ദുൽമ ഏതാണ്? ആ ശിർക്കാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കണം. ഇത് പരിശോധിക്കണം നമ്മൾ. ഒന്നാമതായി ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ഇതാണ്. കാരണം എന്താ? ഇതില്ല എങ്കിൽ നമ്മൾ നോമ്പ് വെൽക്കണ്ട. അത് നോമ്പെടുത്തിട്ട് വലിയ കാര്യമല്ല. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർക്കൊക്കെ ഭൗതികമായി നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത്തരം നേട്ടങ്ങൾ നമുക്ക് ലഭിച്ചേക്കാം. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നേട്ടവും പ്രതിഫലവും നമ്മൾ കൊതിക്കുന്നുണ്ടോ? ഈ ഈമാൻ നമുക്കുണ്ടാവണം. അതുണ്ടോന്ന് എങ്ങനെ പരിശോധിക്കാം? അത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങളോട് പറയാം, ഞാൻ ഭയങ്കര ഈമാനുള്ളവരാണ്. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പറയാൻ കുഴപ്പമൊന്നുമില്ല, എനിക്കും ഈമാനുണ്ട്. ഇതും മനസ്സിലാക്കാം നമുക്ക്. ഇതെപ്പോഴാണ് മനസ്സിലാവുക അറിയോ? നമ്മുടെ ജീവിതത്തിലേക്ക് ചില പരീക്ഷണങ്ങൾ ഉണ്ടാവണം. പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ഈമാനിന്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പൊ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖല്ലേ? അൽഹംദുലില്ലാഹ്. കുട്ടികളൊക്കെ അൽഹംദുലില്ലാഹ്. വീട് അൽഹംദുലില്ലാഹ്. കുടുംബം, ആരോഗ്യം ഒക്കെ അൽഹംദുലില്ലാഹ്. ഇതൊക്കെ നമുക്ക് അൽഹംദുലില്ലാഹ്, കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു അസുഖം കടന്നു വന്നാലോ, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, എത്ര ശ്രമിച്ചിട്ടും മകളുടെ വിവാഹം ശരിയാവുന്നില്ല, മകന്റെ ജോലി ശരിയാവുന്നില്ല, ഇങ്ങനെ ചില പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ അപ്പോഴാണ് മനുഷ്യന്മാരെന്ത് ചെയ്യുക? ഒന്നിങ്ങനെ വഴിമാറി സഞ്ചരിക്കുക. എന്തിനാണ് പരീക്ഷണം? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിലൂടെ 1 മുതലുള്ള വചനങ്ങളിൽ അല്ലാഹു പറയുന്നു, അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? അൻ യഖൂലൂ ആമന്ന, ഞങ്ങളൊക്കെ നമ്മൾ പറയുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്, റേഷൻ കാർഡിൽ പേരും ഇസ്ലാമും മാപ്പിളൊക്കെ തന്നെയാണ്, ബാപ്പ പാരമ്പര്യമായിട്ട് ഞാൻ മുസ്ലിമാണ്, ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നവനാണ്, ഇതൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വഹും ലാ യുഫ്തനൂൻ, അയാളെ അള്ള പരീക്ഷിക്കുകയില്ല എന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മളെ പലരും സംസാരം കേട്ടാൽ അങ്ങനെ തോന്നും, എന്താ ഉസ്താദേ എനിക്കിങ്ങനെ, ഞാൻ തഹജ്ജുദ് വരെ നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ തഹജ്ജുദ്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഇത് ശരിയാവുന്നില്ല. അതെന്താ? എനിക്കിങ്ങനെ അപ്പുറത്ത് നോക്കി ശിർക്ക് ചെയ്യുന്ന, ബിദ്അത്ത് ചെയ്യുന്ന, ആ രൂപത്തിൽ പ്രശ്നങ്ങളുണ്ട്, തോന്നിവാസങ്ങൾ ചെയ്യുന്ന, നിസ്കാരങ്ങൾ വരെ ഇല്ല. പക്ഷെ അവർ നോക്കൂ, എന്തൊരു സുഖത്തോടു കൂടിയിട്ടാണ് ജീവിതം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ എൻ്റെ അസുഖം, എൻ്റെ മക്കളുടെ ഭാവി, എൻ്റെ മകളുടെ കല്യാണം, എൻ്റെ മകന്റെ ജോലി, എൻ്റെ വീട് പണി, എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്, ഇതെന്താ ഇങ്ങനെ? എന്താ എന്നെ അള്ള ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അള്ള അത്തരം ചിന്താഗതി ഉള്ളവരോടാ ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ? വഹും ലാ യുഫ്തനൂൻ. കേവലം ഞാനൊരു മുഅ്മിനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ പരീക്ഷിക്കുകയില്ല എന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്നാൽ അല്ലാഹു പറയുന്നു, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. എന്തിനാണ് പരീക്ഷണം? അവരിൽ സിദുക്കുള്ളവരാരാണ്, അവരിൽ കള്ളം പറഞ്ഞവരാരാണ്, സത്യം പറഞ്ഞവരാരാണ്. എന്താ കള്ളം പറഞ്ഞത്, എന്താ സത്യം പറഞ്ഞത്? ഞാൻ മുഅ്മിനാന്ന് പറഞ്ഞില്ലേ, അത് സത്യാണോ അല്ലേ എന്ന് അല്ലാഹു ഒന്ന് തിരിച്ചറിയിപ്പിക്കും. എങ്ങനെ? പരീക്ഷണത്തിലൂടെ.
ഒരു വിശ്വാസി ഏത് രൂപത്തിലാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്? നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ആയത്താണ്, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. പഴവർഗ്ഗങ്ങൾ, കൃഷികൾ, സമ്പാദ്യങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ചിലപ്പം ഭയം നൽകിക്കൊണ്ട്, പട്ടിണി നൽകിക്കൊണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവൻ എടുത്തുകൊണ്ട് മരണപ്പെടുത്തിക്കൊണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ അല്ലാഹു പരീക്ഷിക്കും. അപ്പൊ എന്താ ചെയ്യാ? ഇനി എനിക്കാരാ? ഇനി ഞാൻ എങ്ങനെയാ ജീവിക്കുക? ആ കച്ചവടം പൊട്ടിയില്ലേ, ഇനി ഞാൻ പോയി, ഇനി എന്താ ആത്മഹത്യ ചെയ്യട്ടെ അല്ലേ? എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, ഇനി ഞാൻ തീർന്നു, ഇനി എനിക്കില്ല. എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ രോഗം, ഇനി ഞാൻ എന്ത് ചെയ്യും? അല്ല, ഫബശ്ശിരി സ്വാബിരീൻ. ഒരു തോരാമഴ പോലെ ഒരു മാലയിലെ മുത്തുമണികൾ ഉതിർന്നു വീഴുന്നത് പോലെ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് വ്യത്യസ്ത രൂപത്തിൽ കടന്നു വരുമ്പോ അവിശ്വാസികൾ തളർന്നു പോകും. അവിശ്വാസികൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും, അവരുടെ മനസ്സ് പതറിപ്പോകുന്നുണ്ടാകും. പക്ഷേ ഉള്ളിലേക്ക് ഈമാൻ ഇറങ്ങിയവർ, ഏത് ഈമാനാണ്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മനുഷ്യർ, അല്ലാഹുവിലേക്ക് സർവ്വതും പരമേൽപ്പിക്കുന്ന ഈമാനുള്ള മനുഷ്യർ, അവർക്ക് പരീക്ഷണങ്ങൾ വരുമ്പോ അല്ലാഹു അവരെ കുറിച്ച് പറയുന്നത് എന്താ? ഫബശ്ശിരി സ്വാബിരീൻ. അല്ലാഹുവിന്റെ തിരുദൂതരെ, ആ ക്ഷമാലുക്കൾക്ക് അങ്ങ് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണേ. എന്താ അവരുടെ പ്രത്യേകത? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്തുകൾ അവർക്കുണ്ടാകും. ആർക്ക്? വിശ്വാസികൾക്കുണ്ടാകും, ഈമാനുള്ളവർക്കുണ്ടാകും, തൗഹീദുള്ളവർക്കുണ്ടാകും, ശിർക്ക് ചെയ്യാത്തവർക്കുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ, മുസീബത്തുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവർ പതറിപ്പോകുന്നവരല്ല, അവർ തകർന്ന് തരിപ്പണമായി പോകുന്നവരല്ല. മറിച്ച് ഒരു പുതുനാളെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷയോടുകൂടെ, എനിക്കെന്റെ റബ്ബുണ്ട്, എനിക്ക് സർവ്വതും പരമേൽപ്പിക്കാൻ, അവൻ എനിക്കൊരു നല്ല നാളെ തരാതിരിക്കില്ല എന്നുള്ള ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയോടുകൂടെ വിശ്വാസി അതാ ആ പ്രശ്നത്തെ തരണം ചെയ്യുകയാണ്. അവൻ പറയുന്നത് എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്ക് സർവ്വതുമായിരുന്നു ഇത്, പക്ഷേ ഇതെന്റെ റബ്ബ് തിരിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ ഞാനും അവനിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവനാണ്. അവൻ എനിക്ക് ഇതെല്ലാം പരിഹരിച്ചു തരുന്ന ഒരു ദിനം അതിവിദൂരമല്ല. അതാ വിശ്വാസി, അവരാണ് ഇതാണ് വിശ്വാസിയുടെ നിലപാട്. നമ്മൾ പരിശോധിക്കേണ്ടത് അതാണ്. നമുക്ക് നിരാശയുണ്ടോ? നമ്മൾക്ക് ടെൻഷൻ ഉണ്ടോ? നമ്മൾ ഡിപ്രഷനിലേക്ക് വീണു പോകുന്നുണ്ടോ? ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, കുടുംബത്തിലെ അസമാധാനങ്ങൾ, വൈവാഹിക ബന്ധത്തിലെ തകരാറുകൾ, മക്കളുടെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ, ചെറിയ ചെറിയ അത്തരത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മെ അലട്ടുമ്പോ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? സ്ട്രെസ്സാണോ? ഇതൊക്കെയല്ലേ പുതിയ വാക്കുകൾ. ആൻസൈറ്റി ആണോ? നമുക്ക് സൈക്കോളജിസ്റ്റിനെ കാണേണ്ടതുണ്ടോ? ഒരു വിശ്വാസി സർവ്വതും അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ച് കരുത്തുള്ള ഹൃദയവുമായി ജീവിക്കുന്നവനാണ് വിശ്വാസി. ഇങ്ങനെ ജീവിക്കുന്നുണ്ടോ എന്നറിയാനാണ് പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവനാണ് ആര്? യഥാർത്ഥ വിശ്വാസി. അവരോടാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം. റമദാനിലെ നോമ്പ് വിശ്വാസികളെ നിങ്ങൾക്കാണ് നിർബന്ധം. അപ്പൊ നമ്മൾ അവിടെയൊക്കെ തകർന്നു പോയി, തളർന്നു പോയി, തരിപ്പണമായി പോയി. ഇനി എവിടേക്കാ ഓടേണ്ടത്? ഏത് ജാറത്തിലേക്കാ പോകേണ്ടത്? ഏത് മക്കാമിലേക്കാ പോകേണ്ടത്? എവിടെയാ ചന്ദനത്തിരി കത്തിക്കേണ്ടത്? എവിടേക്കാ പഴം നേർച്ചയാക്കേണ്ടത്? ആരെടുത്തു പോയാൽ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ച് കിട്ടുക? ഇങ്ങനെ നെട്ടോട്ടം ഓടുന്ന മനുഷ്യനാണോ? ഓടിക്കോളൂ, ആ വഴിക്കങ്ങ് പോയാൽ മതി. റമദാനിനെ വലിയ കാര്യമായിട്ടൊന്നും പരിഗണിക്കണ്ട. കാരണം എന്താ?
അത് നേരത്തെ ചില ആളുകൾ എടുത്ത നോമ്പ് കൊണ്ട് അവരുടെ കൊളസ്ട്രോൾ താഴ്ന്നതുപോലെ, അവരുടെ ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യപ്പെട്ടതുപോലെ അങ്ങനെ ഭൗതികമായ ചില നേട്ടങ്ങൾ ഉണ്ടാകും എന്നല്ലാതെ മുഅ്മിൻ അയാൾ നോമ്പെടുക്കുന്നതിലൂടെ അള്ളാഹ് അയാൾക്ക് നൽകുന്ന പ്രതിഫലത്തിന്റെ ഒരു അണുമണി തൂക്കവും അള്ളാഹു നമുക്ക് നൽകുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ ശക്തമായ ഈമാനിന്റെ വാഹകരും പ്രചാരകരുമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. ഒട്ടനവധി ഉദാഹരണങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു വിശ്വാസിയുടെ നിലപാടാണ്. ഇനി അവിശ്വാസിയുടെ നിലപാടും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിന്റെ 11-12 വചനത്തിൽ അള്ളാഹു പറയുന്നു, നോക്കൂ, വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവര് അള്ളാഹനെ ആരാധിക്കാത്തവരൊന്നല്ല. മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്. ഒരു ഓരത്തിരുന്ന് നിസ്കരിക്കുന്നുണ്ടാകും, നോമ്പെടുക്കുന്നുണ്ടാകും, സദഖ കൊടുക്കുന്നുണ്ടാകും, ഖുർആൻ ഓതുന്നുണ്ടാകും, നല്ല പ്രവർത്തനങ്ങളൊക്കെ അവരിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടാകും. എന്നിട്ടോ കുഴപ്പമൊന്നുമില്ലെങ്കിൽ, മക്കൾക്ക് ജോലിയൊക്കെ ഉണ്ട്, വീടിന്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്, ആരോഗ്യത്തിനൊന്നും പ്രശ്നമൊന്നുമില്ല, ഇത്തുമ അന്നബി, അവരിങ്ങനെ ശാന്തരായി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. എന്തൊക്കെയാ? അൽഹംദുലില്ലാഹ്, അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, ഇങ്ങനെ ഉണ്ടാവും. ഒരു പുഞ്ചിരിയോടുകൂടി അവരിങ്ങനെ നടക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി അള്ളാഹ് പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അവർക്കെങ്ങാനും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലോ, ഒരു മുസീബത്ത് അവരെ പിടികൂടിയാലോ, അള്ളാഹ് ഇങ്ങനെ അവര് നല്ല റൂട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു പരീക്ഷണം അങ്ങ് ഇട്ടുകൊടുത്താലോ, അവരുടെ അൽഹംദുലില്ലാഹ് അവിടെ അവസാനിക്കും. അവരുടെ ചിരി മായും. അവരെന്തു ചെയ്യും? ഇൻഖലബ അലാ വജ്ഹി, അവര് തിരിഞ്ഞു നടക്കുകയാണ്. അവര് തകരുകയാണ്. അവരിനി എങ്ങോട്ട് പോകണം എന്നുള്ള ചിന്തയിലാണ്. ഇനി ആരോട് പറയണം, ആരോട് പ്രാർത്ഥിക്കണം, ആർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം? അയാൾക്ക് ദുനിയാവും പരാജയപ്പെട്ടു, അയാൾക്ക് പരലോകവും നഷ്ടപ്പെട്ടു. ദുനിയാവും പോയി, പരലോകം പോയി. അള്ളാഹ് അവിടെ നിർത്തിയില്ല, ഒന്നുകൂടി പറഞ്ഞു, ഇത് തന്നെയാണ് ഏറ്റവും ഭീകരമായ പരാജയം. ഇതിന്റെ അപ്പുറത്തൊരു മനുഷ്യൻ ഇനി പരാജയപ്പെടാനില്ല. ഇതാണ് പരാജയം, ഏറ്റവും വലിയ പരാജയം. ഈ യു-ടേൺ അടിക്കാന്ന് പറഞ്ഞല്ലോ, അയാൾ തിരിഞ്ഞു നടക്കുമെന്ന് പറഞ്ഞല്ലോ. എന്താ തിരിഞ്ഞു നടക്കൽ? 12-ാമത്തെ വചനത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു, യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വലാ യൻഫഉ ദാലിക ഹുവദ്ദലാലുൽ ബഈദ്. ഇതാണ് അയാൾ ചെയ്യുന്ന അക്രമം. എന്താണ്? യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് അയാൾ യദ്ഉ, ദുആ ചെയ്യും. നമ്മൾ പരിശോധിക്കേണ്ടത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് എടുത്തുകൊണ്ട് അല്ല, അവന് മാത്രം ഇബാദത്ത് എടുത്തുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അവനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അവനെ ഭരമേൽപ്പിക്കുക എന്നുള്ളതല്ല, അവനെ മാത്രമാണോ നമ്മുടെ ജീവിതത്തിൽ നാം ഭരമേൽപ്പിക്കുന്നത്? അവനിൽ മാത്രമാണോ നമ്മുടെ പ്രതീക്ഷ? ഇതാ നമ്മൾ പരിശോധിക്കേണ്ടത്. റമദാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ശുദ്ധമാക്കേണ്ട മനസ്സിന്റെ ഒന്നാമത്തെ ശുദ്ധീകരണം ഇതാ. അവിടെ എന്തെങ്കിലും എവിടെങ്കിലും കുഴപ്പമുണ്ടോ അത് കഴുകി തുടയ്ക്കുക, അവിടെ പെയിന്റ് അടിക്കുക, അവിടെ ക്ലീൻ ചെയ്യുക, എന്നിട്ട് റമദാനിലേക്ക് കരക്കാലി വെക്കുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഖുർആനിൽ നിന്ന് പഠിക്കേണ്ടത്. നമ്മുടെ ഈമാൻ ഇങ്ങനെയാവണം, നമ്മുടെ മനസ്സിന്റെ ഒന്നാമത്തെ ശുദ്ധീകരണം. ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ
സാധാരണയായി ആളുകളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തൗഹീദുള്ളവർ. നമ്മളൊക്കെ മുവഹിദുകളാണല്ലോ, ഈമാനുള്ളവരാണല്ലോ. ഈ തൗഹീദുള്ള ആളുകളിൽ മിക്ക ആളുകളും പരാജയപ്പെട്ടു പോകുന്നൊരു മേഖല സന്താന ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോഴാണ്. അള്ളാഹു നമുക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്തരം പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു നല്ല മക്കളെ കൊടുക്കട്ടെ. ഈ ഒരു മേഖല അത് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്, നമുക്കറിയാം. അത് ഇവിടെയാണ് പലപ്പോഴും ആളുകൾ ഈ പരീക്ഷണത്തിലാണ് തകർന്നു പോവുക. ഇവിടെ നമ്മൾ മടങ്ങേണ്ടത് ഖുർആനിലേക്കാണ്. ഇത്തരം പരീക്ഷണങ്ങൾ, ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുറേയൊക്കെ കാത്തുക്കും, 2 കൊല്ലം കാത്തുക്കും, പല ഡോക്ടർമാരെയും നമ്മൾ കാണും, 3 കൊല്ലം കാത്തുക്കും, വേറെ പുതിയ ഡോക്ടർ വന്നിക്കുന്ന അയാളെ നമ്മൾ പോയിട്ട് കാണും, കുറേ മരുന്നൊക്കെ നമ്മൾ കഴിച്ചു നോക്കും. പിന്നെ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെട്ട ഏതെങ്കിലും സൗഹൃദ വലയങ്ങളിൽ ഉണ്ടാകും, നമ്മളോട് പറയും ഇന്ന സ്ഥലത്ത് നിന്ന് പോയി നോക്ക്. എൻ്റെ മൂത്താപ്പൻ്റെ മോന് കുട്ടി ഉണ്ടായത് ആടെ പോയിട്ട് ഒരു തൊട്ടില് കെട്ടിയതാണ്, ഒരു മരത്തിൻ്റെ മുകളിൽ തൊട്ടില് കെട്ടിയതാണ്, അപ്പോഴാ കുട്ടി ഉണ്ടായത്, ഓടിഞ്ഞൊന്ന് പോയി നോക്ക്. ഞാൻ അങ്ങനത്തെ ഏർപ്പാടിനൊന്നും ഇനി എൻ്റെ തൗഹീദും പറഞ്ഞ് നടക്കാം. മൂത്താപ്പൻ്റെ മോൻ അങ്ങനെ ഉണ്ടായതാ, എനിക്ക് വേണേ മതി. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇന്നല്ല സംഭവം. പിന്നെ ഓനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇന്നാൾ പറഞ്ഞ് എവിടെ സ്ഥലം, അന്നേരം നമ്മൾ സ്ഥലമൊക്കെ പറഞ്ഞ് അല്ലത് വേറെ ആരെങ്കിലും അങ്ങനത്തെ ഉണ്ടല്ലോ ഷിർക്കിന്റെ ഏജന്റുമാരായിട്ട്. അങ്ങനെ ഷിർക്കിലേക്ക് നമ്മളെ കൊണ്ടാണുള്ള ഏജന്റുമാർ ഒരുപാടുണ്ടാകും. മിനൽ ജിന്നത്തി വന്നാസ്, അത് ജിന്നിലും ഉണ്ടാകും മനുഷ്യന്മാരിലും ഉണ്ടാകും. അത്തരം ശൈത്താന്മാര് അവര് നമ്മള് ടിക്കറ്റ് എടുത്ത് വരെ കൊണ്ടുപോകാൻ തയ്യാറാണ്, ഇല്ലേ? ഈ രൂപത്തിൽ ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെ അത്തരം പ്രതിസന്ധികളെ അതിജീവിക്കണം, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുകയും ഭൗതികമായ അതിന്റെ സബബുകൾ, നമുക്ക് നിശ്ചയിച്ച സബബുകളൊക്കെ നമ്മൾ പ്രവർത്തിക്കുകയും. എന്നിട്ടോ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കേട്ടിട്ടില്ലേ? ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിന്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു നമുക്ക് എടുത്തു പറഞ്ഞു തരികയാണ്. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർറഅസു ശൈബാ. അല്ലാഹുവേ എന്റെ ശരീരമൊക്കെ ചുക്കിച്ചൊളിഞ്ഞിട്ടുണ്ട്, എന്റെ എല്ലുകൾക്കൊക്കെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് അല്ലാ, എന്റെ തലമുടികളൊക്കെ ഇതാ നരച്ചു വെളുത്തു പോയിട്ടുണ്ട് അല്ലാ. നമ്മൾ കല്യാണം കഴിച്ചിട്ട് എത്രാമത്തെ വർഷമാണ് ശിർക്കിലേക്ക് പോകാൻ നോക്കുന്നത്? 1.5 കൊല്ലം, 2 കൊല്ലം. സക്കരിയ നബി കാത്തിരുന്ന കാലഘട്ടമാണ് അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. വർഷങ്ങളോളം കാത്തിരുന്നു. ശരീരത്തിൽ അതാ തുക്കിച്ചുളിവുകൾ സംഭവിക്കുന്നു. വാർദ്ധക്യ സഹജമായ എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്ന സക്കരിയ നബി റഹ്മാനായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി പറയുന്നു, വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. എങ്കിലും എന്റെ റബ്ബേ, നിന്നോട് ദുആ ചെയ്താൽ നീ എന്റെ ദുആക്ക് ഉത്തരം തരുമെന്ന കാര്യത്തിൽ ഞാൻ നിരാശനല്ല അല്ലാഹ്. എന്തിനാ ഇതൊക്കെ അള്ളങ്ങനെ നമുക്കിങ്ങനെ പഠിപ്പിച്ചു തരുന്നത്? ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ കണ്ടില്ലേ സക്കരിയ നബിന്റെ ഒരു ഈമാൻട്ടോ അല്ല, അങ്ങനെ സക്കരിയ നബിന്റെ ഈമാൻ അളക്കാനല്ല, ഇത് നമ്മുടെ ഈമാൻ അളക്കാനുള്ള സ്കെയിലാണ്. ഞാൻ എവിടെ? അള്ള പഠിപ്പിച്ച സക്കരിയ നബി എവിടെ? എന്റെ ഇതേ പരീക്ഷണം സക്കരിയ നബിക്ക് കടന്നു വന്നപ്പോ സക്കരിയ നബി എന്ത് നിലപാടെടുത്തു? ആ നിലപാടും ആ സമീപനവും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്, ഒരു മുവഹിദ് എന്നുള്ള നിലക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന അല്ലാഹ് ഇവിടെ പഠിപ്പിച്ചത്. അത് തിരിച്ചറിയണം നമ്മൾ. അങ്ങനെ തിരിച്ചറിഞ്ഞവരോടാ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം.
നിങ്ങളാ നോമ്പ് നോൽക്കേണ്ടത്. അത് തിരിച്ചറിഞ്ഞവരാണ് നോമ്പ് നോൽക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ സക്കരിയ നബിക്ക് കുട്ടിനെ കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. അല്ലേ, ചരിത്രം പറയേണ്ടതില്ലല്ലോ. യഹ്യ എന്നൊരു മോനെ. ആ വാർദ്ധക്യ സന്ദർഭത്തിൽ അന്നേരായ സക്കരിയ നബി അത്ഭുതപ്പെടുന്നുണ്ട്. എനിക്ക് കുട്ടി ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ അള്ളാഹുവിലേക്ക് യഥാവിധി തവക്കുലാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുത്തരം നൽകുമെന്നുള്ളതാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണമാണ്. മക്കൾ നല്ല ആരോഗ്യമുള്ള ദൃഢഗാത്രരായ നല്ല ചുറുചുറുക്കുള്ള ആൺമക്കൾ ഒന്നു മരിച്ച് തഫ്സീറുകളിൽ കാണാം, കവറടക്കി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അടുത്ത മരിച്ചെടുക്കുന്നുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ 11 ആൺമക്കളും. അയ്യൂബ് നബി കുലുങ്ങിയില്ല. അള്ളാഹു പിന്നെ അദ്ദേഹത്തിന്റെ പശുവും ആടും ഒട്ടകവുമായിട്ട് ഒരു താഴ്വര മുഴുവനും അയ്യൂബ് നബിന്റെ സമ്പാദ്യമാണ്. അള്ളാഹു ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. അതൊക്കെ അങ്ങനെ ചത്തുതീരാൻ തുടങ്ങി. അയ്യൂബ് നബി കുലുങ്ങിയില്ല. അവസാനം അയ്യൂബ് നബിയുടെ ശരീരത്തിലും തൊട്ടു അല്ലാഹ്. വലിയ രോഗങ്ങൾ, വല്ലാത്ത രോഗം. ചില തഫ്സീറുകളിലൊക്കെ കാണാം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീരത്തിൽ കുരുക്കളുണ്ടായി, വ്രണമുണ്ടായി, അതിൽ പുഴുക്കളുണ്ടായി. അതിൽ നിന്നുണ്ടാകുന്ന വലിയ പുഴുക്കൾ ചെറിയ പുഴുക്കളെ ഭക്ഷണമാക്കിയിരുന്നു എന്നൊക്കെ കാണാം. അയ്യൂബ് നബിയും ഭാര്യയും ഭാര്യാ സഹോദരനും വിജനമായൊരു പ്രദേശത്തേക്ക് താമസം മാറ്റിന. അവിടെ വെച്ചിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീ റഹ്മാനാണ്. അയ്യൂബിന് ദുർറ് ബാധിച്ചിട്ടുണ്ടല്ലാ, അയ്യൂബിന് പ്രയാസം ബാധിച്ചിട്ടുണ്ടല്ലാ. അല്ലാഹുവേ, നിന്നോടല്ലാതെ അയ്യൂബിന് ആരോടും ചോദിക്കാനില്ല റബ്ബേ. നിന്നോടിതാ എന്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അയ്യൂബ് ചോദിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന അല്ലാഹു പഠിപ്പിക്കുന്നു. ഫസ്തജബ്നാ ലഹു, നാം അയ്യൂബിന് ഉത്തരം കൊടുത്തു. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അയ്യൂബ് നബിക്ക് എന്ത് പ്രയാസമാണ് ഉണ്ടായത്, ആ പ്രയാസം മാറ്റിക്കൊടുത്തു. വആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ നാം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. വമിസ്ലഹും മഅഹും, അത് മാത്രല്ല അതിന്റെ ഇരട്ടി മക്കളെ വേറെ അല്ല കൊടുത്തു. എന്നിട്ട് അള്ളാഹ് അവസാനിപ്പിക്കുന്നത് ഇതൊക്കെ എന്താണെന്നറിയോ, വദിക്റാ ലിൽ ആബിദീൻ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഇതൊക്കെ ഒരു ഉത്ബോധനമാവണം. ഇത് വെറുതെ കൊടുത്തല്ല ഖുർആനിലെ. ഇത് നമുക്കിങ്ങനെ വെറും ഓതി കൂലി വാങ്ങാനുള്ളതല്ല. ഇതിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. ഈ രൂപത്തിലാവണം നമ്മുടെ ജീവിതം എന്നുള്ളതാണ്. ഇങ്ങനെ സർവ്വതും അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് സർവ്വതും അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നേടിയെടുക്കുക എന്നുള്ളതാണ് റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് മനസ്സ് ശുദ്ധീകരിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെ സർവ്വതും അള്ളാഹുവിലേക്ക് തവക്കുലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി പറഞ്ഞപ്പോൾ സൂറത്തുൽ അംഫാലിലെ 2-ാമത്തെ വചനം അള്ളാഹു പറഞ്ഞു, ആരാണ് മുഅ്മിൻ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരാണ് മുഅ്മിൻ? ഈ ആയത്തിന് അള്ളാഹ് തുടങ്ങുന്നത് ഒരു പ്രത്യേക സ്വഭാവത്തിലാണ്. അറബിയിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഇന്നമ എന്നുള്ള ഒരു പദം ആദ്യം വന്നാൽ അറബി അറിയുന്നവർക്കറിയാം അതിന്റെ അർത്ഥം എന്തായിരിക്കും. ഇനി പറയുന്ന കാര്യം ഇത് മാത്രം എന്നുള്ളൊരു അർത്ഥം ഉണ്ടാവും.
അല്ല തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ഇവർ മാത്രം. അപ്പൊ നമ്മൾ അളക്കാം, നമുക്കുള്ള സ്കെയിലാണ്. നമ്മൾ ഈമാനുള്ളവരാണോ? എന്താണ്? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ മാനസികമായ ഒരു പരിവർത്തനം മനസ്സിനുണ്ടാകുന്നു, മനസ്സിനൊരു കിടുക്കമുണ്ടാകുന്നു, മനസ്സിനൊരു ബേജാറുണ്ടാകുന്നു. വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയമൊന്നു നടുങ്ങും. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് പറഞ്ഞാൽ, അത് ഓതിക്കൊണ്ട് ഉത്ബോധിപ്പിക്കപ്പെടുമ്പോ മനസ്സിനൊരു നടുക്കമുണ്ടാകുന്നു. വജിലത്ത് ഖുലൂബുഹും. ഇനി വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് മുമ്പിൽ ഓതി കേൾപ്പിക്കപ്പെട്ടാലോ സാദത്തുഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിക്കുന്നുണ്ട്. അളക്കണം. ആയത്ത് കേൾക്കുമ്പോ ഇതൊക്കെ നമ്മളെത്ര കേട്ടതാ, ഇതന്നെയല്ലേ കഴിഞ്ഞ ഹുത്ബയിൽ നമ്മൾ കേട്ടത്, ഇത് നമ്മൾ കേൾക്കാത്ത പുതിയ ആയത്ത് എങ്ങനെ? അല്ല, വിശ്വാസിയത അവന്റെ ഈമാൻ ഇങ്ങനെ യംഖുസു വയസീദ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ചിലപ്പം വിശ്വാസിയുടെ ഈമാൻ അത് മൂർധന്യാവസ്ഥയിലേക്ക് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ചില സന്ദർഭങ്ങളിലോ യംഖുസു, അതിങ്ങനെ ചുരുങ്ങി വരും. അത്തരം സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ റഹ്മാനായ റബ്ബിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, അസ്വസ്ഥതകൾ, ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ ഇങ്ങനെ പെയ്തുറങ്ങുമ്പോ സർവ്വതും അല്ലാഹുവിലേക്ക് തവക്കുലാക്കുന്നവരാണവർ. ഒന്നൊരു പ്രശ്നം ഉണ്ടാകില്ല. ഇതാ നേരത്തെ പറഞ്ഞ ആയത്തിലേക്ക് ഞാൻ ഒന്നുകൂടി കൊണ്ടുപോകാം. അവരെ കുറിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, ഉലൈക ലഹുമുൽ അം, അവർക്ക് എന്തുണ്ട്? നിർഭയത്വമുണ്ട്. ഈ ശരിയായ ഈമാൻ അല്ലേ, ഈ ശരിയായ ഈമാൻ ഇത് നമുക്കുണ്ടാവണം. ഞാനിപ്പോ നിങ്ങളോട്, നിങ്ങൾ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, നിങ്ങൾ ചരട് കെട്ടരുത്, നിങ്ങൾ ഉറുക്കിട്ടരുതെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. അതൊന്നും നിങ്ങൾ ചെയ്യൂല, നമ്മളിൽ ആരും അതുണ്ടാവില്ല. പക്ഷേ തൗഹീദുള്ളവരിൽ, ഈമാനുള്ളവരിൽ നമ്മിൽ വരുന്ന ചില അപകടങ്ങളുണ്ട്. ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിയായ ഈമാൻ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പതറിപ്പോകും. നമ്മുടെ അമ്ന നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലേ? പേടിയാവുക, രാത്രി ഇറങ്ങാൻ പേടി അല്ലേ, അവിടെ അതുണ്ടാകുമോ ഇതുണ്ടാകുമോ, പേടി. നമ്മൾ ശങ്കിക്കണം, സംശയിക്കണം. അങ്ങനത്തെ ചില തരത്തിലുള്ള ചില പ്രചരണങ്ങൾ, ചില ദുർബോധനങ്ങൾ പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടിരും. ഇന്ന് മുവഹിദുകളിൽപ്പെട്ട പലർക്കും പേടിയുണ്ട്. ഒരു 10-12 കൊല്ലമായിട്ടുള്ളൂ ഞാൻ ഈ തൗഹീദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ട്. അതിൻ്റെ മുമ്പൊക്കെ ഞങ്ങൾക്കൊക്കെ പേടിയാണ്. പള്ളി കടന്നു വന്നാൽ പേടിയായിരുന്നു, ഖബർസ്ഥാനിലേക്കൊന്ന് ഒറ്റക്ക് പോകാനൊക്കെ പേടിയുണ്ടായിരുന്നു. എന്തായിരുന്നു പേടി? ജിന്നു വരുമെന്നുള്ള പേടിയാണ്. ഇന്ന് പലർക്കും അത്തരത്തിലുള്ള ഭയമൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കണം. അമ്ന് നമുക്കുണ്ടാവണം. ഒരു തരത്തിലുള്ള ഭയപ്പാടും. അള്ളാഹുവിൻ സർവ്വതും ഭരമേൽപ്പിച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ. ഉലൈക ലഹുമുൽ അം, നിർഭയത്വം ഉണ്ടാകും. അതാവന്റെ ക്വാളിറ്റി, അതാണ്. അളക്കാനുള്ള സ്കെയിലാണ് അള്ളാഹ് പറഞ്ഞിരുന്നത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ പീഡനങ്ങളിൽ നിന്ന് തന്റെ കുറച്ചുള്ള അനുയായികളെയും കൂട്ടിയിട്ട് നാടുവിടുകയാണ്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. അതാ യാത്ര പുറപ്പെട്ട് ചെങ്കടലിന്റെ സമീപത്തേക്ക് എത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയുടെ 61 മുതലുള്ള വചനങ്ങളിലൂടെ അത് നമുക്ക് വരച്ചു കാണിച്ചു തരുന്നു. ഫലമ്മ തറാഅൽ ജംആൻ, അതാ കടലിന്റെ സമീപത്തെത്തിയ സമയത്ത് അവര് പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെയുള്ള അനുയായികൾ പറഞ്ഞു, മൂസ എന്ത് പണിയാ നീ കാണിച്ചത്? എവിടെയാ ഈ പാതിരാത്രി എത്തിയിട്ടുള്ളത്?
മുന്നോട്ട് നോക്ക്, വിശാല വിസ്തൃതമായി കിടക്കുന്ന കര കാണാത്ത ചെങ്കടലിന്റെ സമീപത്തല്ലേ മൂസ നമ്മളുള്ളത്. പിന്നിലതാ ഫിർഔനും സായുധരായ അവന്റെ സൈന്യവും നമ്മെ പിടികൂടാൻ വരുന്നുണ്ട്. ഇന്നാ ലമുദ്റകൂൻ, മൂസ ഞങ്ങൾ പിടിക്കപ്പെട്ടല്ലോ മൂസ. അനുയായികളുടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാല കല്ലാ, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അസുഖങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, ബിസിനസ് ഒന്ന് തകരുന്നു എന്ന് തോന്നുമ്പോ, കച്ചവടം ഒന്ന് പൊട്ടി എന്ന് തോന്നുമ്പോ, ചെറിയ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ പലരും നമ്മോട് പറയും, തകർന്നില്ലേ, തരിപ്പണായില്ലേ, എല്ലാം പോയില്ലേ, ഇനി എന്താ? അത് നമ്മുടെ ഉള്ളെന്ന് പറയും, അത് നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് പലരും പറയുമ്പോ കല്ലാ, വേണ്ട വേണ്ട, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് ഇതിനൊരു പരിഹാരം തരാതിരിക്കില്ല എന്ന ശുഭപ്രതീക്ഷ, ഇനിയും നല്ല നാളുകൾക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ, ഇനിയും നല്ല ജീവിതത്തിനുള്ള ഒരു ശുഭപ്രതീക്ഷ ഒരു വിശ്വാസിയിൽ ഊട്ടി ഉറപ്പിക്കുകയാണ് റഹ്മാനായ റബ്ബ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു, മൂസ നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് അടിക്ക്. ചരിത്രം നമുക്കറിയാം അല്ലേ? ചരിത്രം നമുക്കറിയാം. കത്തൗദിൽ അദീം, വലിയ പർവ്വതം കണക്കെ സമുദ്രം മാറി നിന്നു. അള്ളാഹുവിലേക്ക് ഫലമേൽപ്പിച്ചപ്പോ ഉത്തരം കിട്ടി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമെ അള്ളാഹു രക്ഷപ്പെടുത്തി. എത്രയെത്ര ഉദാഹരണങ്ങൾ! മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സൗർ ഗുഹയിലിരിക്കുകയാണ്. മുകളിലോട്ട് നോക്കിയപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുന്നത്, ദാ ശത്രുക്കൾ മുകളിലുണ്ട്. അവരുടെ കാലിന്റെ വെള്ള മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണത്തക്ക രൂപത്തിൽ മുകളിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പ്രവാചകരെ, ലൗ അന്ന അഹദഹും റഫഅ ഖദമഹു റആനാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവരെങ്ങാനും അവരുടെ കാലിലേക്കൊന്ന് നോക്കിയാൽ, അവരെ കാലൊന്ന് ഉയർത്തിയാൽ അവർ നമ്മളെ കാണൂലേ പ്രവാചകരെ? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചതെന്താ? അബൂബക്കർ, മാ ദന്നുക ബിഇത്നൈനി അല്ലാഹു സാലിസുഹുമാ, അബൂബക്കറെ നീ എന്താ വിചാരിച്ചത് നമ്മൾ രണ്ടാളും ഒന്നാ? അല്ല, വല്ലാഹു സാലിസുഹുമാ, നമ്മോടൊപ്പം മൂന്നാമതായി അല്ലാഹുണ്ട് അബൂബക്കറെ. എന്താ പറഞ്ഞേ? അല്ലാഹുണ്ട്. ഇങ്ങനത്തെ ഒരു ഈമാൻ ഉണ്ടാക്കിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? അത് ഉണ്ടാക്കിയെടുക്കണം. അവരോടാണ് അല്ലാഹ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾ നോമ്പ് വെച്ചോളിന. അപ്പൊ നോമ്പ് നോൽക്കേണ്ടത് ആരാണ്? നോമ്പ് നോൽക്കേണ്ടാത്തത് ആരാണ്? ഇതൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് ഖുർആൻ ആയത്തുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ചില ഖുർആൻ വചനങ്ങളിലൂടെ നമ്മളൊന്നിങ്ങനെ സഞ്ചരിക്കണം കുറച്ചു നേരം. ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ്. ആ ഒരു പോയിന്റ് അവസാനിപ്പിക്കുമ്പോൾ ഒരായത്ത് കൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലെ 51-ാമത്തെ വചനം, നമ്മുടെ നിലപാട്. പരീക്ഷണം ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ദുനിയാവിലെ ജീവിതം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ സുന്നത്ത് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അത് നിങ്ങൾ എത്ര ഈമാനുള്ള ആള് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പരീക്ഷണം അള്ളാഹ് അളക്കാനാണ്. ആ സമയത്ത് നമ്മുടെ നിലപാട് കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. പ്രവാചകനെ പറഞ്ഞു കൊടുക്കണം. എന്താ പറയേണ്ടത്? ലൻ യുസീബനാ, നമ്മൾ ഓരോരുത്തരും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ, രോഗങ്ങൾ ഉണ്ടാകുമ്പോ അസ്വസ്ഥരാവരുത്, തകർന്നു പോകരുത്, പതറിപ്പോകരുത്. ലൻ യുസീബനാ, ആര് നമ്മുടെ അടുത്ത് വന്ന് എന്തു പറഞ്ഞാലും ഇതൊക്കെ ആരൊന്ത് ചെയ്തതാ, അവിടെ പോയി നോക്ക്, ഇവിടെ പോയി നോക്ക്, പലരും പറയും. അങ്ങനത്തെ പല ആളുകൾ ഉണ്ടാകും നമ്മോടൊപ്പം. ലൻ യുസീബനാ,
എനിക്ക് സംഭവിക്കില്ലടോ ഇല്ലാ മാ കതബല്ലാഹു ലനാ. എന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ല, ഈ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ റബ്ബ് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ, അബ്ദുൽ ജലീലിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കണമെന്ന്, അവൻ എന്തെല്ലാം സമ്പാദിക്കണമെന്ന് എല്ലാം എന്റെ റബ്ബ് നേരത്തെ എഴുതി രേഖപ്പെടുത്തി നിശ്ചയിച്ചു വെച്ചതാണ്. ഇല്ലാ മാ കതബല്ലാഹു ലനാ. എന്റെ റബ്ബ് നിശ്ചയിക്കാത്ത ഒരു വസ്തുവും ഒരു കാര്യവും, അത് ചെറുതോ വലുതോ ആവട്ടെ, എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഹുവ മൗലാനാ, അവനാണ് എന്റെ റബ്ബ്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനുകൾ ഓടി നടക്കുന്നവരെല്ലാം എവിടെയാണ് ഒരു ആശ്രയം? അതല്ല മുഅ്മിൻ. വഅലല്ലാഹ്, അല്ലാഹുവിലേക്ക് തവക്കുലാക്കുന്നവരാണ് മുഅ്മിൻ. അല്ലാഹു നമ്മക്ക് അത്തരം ഉറപ്പുള്ള ഈമാനിന്റെ വക്താക്കളാക്കി മാറ്റി തരുമാറാവട്ടെ. കുറഞ്ഞു പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ ഖുർആനിന്റെ വചനങ്ങളെ കൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശരി, രണ്ടാമത്തെ ഒരു വിശുദ്ധിയൂടെയുണ്ട്. അത് ഈ ആയത്ത് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് പൂർവികർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹ് അവസാനിപ്പിച്ചിട്ടില്ല. അള്ളാഹ് പറഞ്ഞു, എന്തിനാണ് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാവാനാണ് നോമ്പ്. ഇതും കൂടെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്ക് തഖ്വ ഉണ്ടാകുന്നുണ്ട് നോമ്പുണ്ട്. ആമുഖ ഭാഷണത്തിൽ നമ്മൾ കേട്ടതുപോലെ ഒരുപാട് നോമ്പുകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചവരാണ്. 10, 30, 40, 50, 60 കൊല്ലമായിട്ട് നമ്മൾ നോമ്പെടുക്കുന്നു. എന്ത് നോമ്പാണ് നമ്മൾ നോറ്റിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു 10-30 ദിവസം വിശ്വാസികളെ പട്ടിണിക്കിട്ടൊന്ന് കഷ്ടപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ് നോമ്പ്? അല്ല. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാവണം, മാറ്റമുണ്ടാവണം. 30 ദിവസങ്ങളെ കൊണ്ട് നിങ്ങളെ ഒന്ന് ഉടച്ചു വാർക്കാനുള്ളതാണ് നോമ്പ്. നമ്മൾ പരിശോധിക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലും മാറ്റം റമദാനിന് ശേഷം നമുക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ള. എൻ്റെ സ്വഭാവത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കഴിഞ്ഞ റമദാനോട് കൂടിയിട്ടാണ് ഞാൻ അത് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഞാനും എൻ്റെ ഭാര്യയെന്നുള്ള സംസാരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യനോട് എൻ്റെ സംസാരത്തിൽ, എൻ്റെ ഇടപെടലുകൾ, പെരുമാറ്റത്തിൽ. പക്ഷെ കഴിഞ്ഞ റമദാനോടുകൂടി ഞാനത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുമ്പോൾ ചെറിയ പോരായ്മകളൊക്കെ അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ റമദാനുണ്ടല്ലോ, അന്ന് ആ റമദാനാണ് എനിക്ക് പരിവർത്തനം ഉണ്ടാക്കിയത്. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ ഓർത്തെടുക്കാനുണ്ടോ? പരിശോധിക്കേണ്ടത് അതാണ്. കാരണം നോമ്പ് ആമാശയത്തിന് മാത്രമുള്ളതല്ല. നോമ്പ് പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നുകൊണ്ട് ആ രൂപത്തിലുള്ളൊരു നോമ്പല്ല. അങ്ങനെ നമ്മളുടെ ചോദ്യത്തിന് നമുക്കുത്തരം അങ്ങനെ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ഉണ്ടായി എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അല്ലേ? നല്ല ചൂടായിരുന്നു കഴിഞ്ഞ നോമ്പിന്, അത് ഓർമ്മയുണ്ട്. അത് കൊല്ലം ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇങ്ങനെ ചില ഓർമ്മകളേ ഉള്ളൂ എങ്കിൽ നമ്മൾ കാര്യമായിട്ട് നോമ്പൊന്നും എടുക്കണ്ട എന്നുള്ളതാണ്. ഇതെന്തിനാ നോമ്പിൻ്റെ മുമ്പേ പറയുന്നത്? നമ്മളൊന്ന് തയ്യാറാവണം മാനസികമായി. നമ്മൾ ഈ നോമ്പ് കൊണ്ട് എനിക്ക് ചിലതൊക്കെ മാറ്റം വരുത്താനുണ്ട്. ചില മാറ്റങ്ങൾ എവിടൊക്കെയാണ് പ്രശ്നങ്ങൾ? എൻ്റെ ഉപ്പനോടുള്ള സംസാരത്തിലാണോ? എൻ്റെ ഉമ്മാനെ പരിചരിക്കുന്നിടത്താണോ? എൻ്റെ ഭാര്യയോടുള്ള ഇടപെടലുകളിലാണോ? എൻ്റെ ഭർത്താവിനോടുള്ള കടപ്പാടുകളിലും ബാധ്യതകളിലുമാണോ? എൻ്റെ മക്കളെ പോറ്റുന്നതിലാണോ? എൻ്റെ കച്ചവടത്തിലാണോ? എവിടെയാണ് എൻ്റെ പ്രശ്നം? നമുക്കറിയാലോ നമ്മുടെ പ്രശ്നങ്ങൾ. ഇൻഷാ അല്ലാഹ് ഈ നോമ്പോടുകൂടി ഞാൻ അത് അവസാനിപ്പിക്കും. ആ പ്രശ്നം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല.
ഇങ്ങനെയൊരു ശക്തമായ തീരുമാനമെടുത്ത് മനസ്സ് ശുദ്ധീകരിച്ച് പ്രവർത്തന മേഖലകളെ വിമലീകരിച്ചു പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര കൊല്ലം നോമ്പെടുത്തിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു കാര്യം ഉണ്ടാവില്ല. ഇത് വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. തഖ്വ, നമ്മൾ പല ആൾക്കാരെ പറ്റിയിട്ടും പറയുന്നുണ്ട്, നല്ല തഖ്വയുള്ള മനുഷ്യനാണ് ഇല്ലേ, അയാൾ നല്ല തഖ്വയുള്ള ആളാണ്. എന്തേ നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം? അയാൾ ഒന്നാമത്തെ സ്വന്തമുണ്ടോ, അയാൾ പള്ളി കമ്മിറ്റിയിലുണ്ട്, മദ്രസ കമ്മിറ്റിയിലുണ്ട്, അല്ലെങ്കിൽ അയാളുടെ വേഷം, അയാളുടെ സ്വഭാവം, അയാളുടെ പെരുമാറ്റം, അയാളുടെ നിസ്കാരം, അയാളുടെ ആ ഒരു സുന്നത്തനുസരിച്ചിട്ടുള്ള ഇങ്ങനെ എന്തൊക്കെയോ നമ്മൾക്ക് മാനദണ്ഡങ്ങളുണ്ട് അല്ലേ. ഒരാൾ മുത്തഖിയാന്ന് പറയാൻ. ഇങ്ങനെ പരലോകത്ത് ചില ആളുകൾ വരുമ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് ചെയ്തു തന്ന്, ഒരുപാട് സമ്പത്തൊക്കെ നിനക്ക് ചെയ്തു തന്നിട്ട് എന്ത് നന്ദിയാണ് നീ എനിക്ക് ചെയ്തതെന്ന് ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യത്തിന് അയാളെ മറുപടി, പടച്ചോനെ ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മേഖലയിലും ഞാൻ സദഖ കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് പറയും കള്ള പറഞ്ഞു. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും സദഖ കൊടുത്തത്. അയാൾ അവിടുന്ന് പറയുന്നത് കേട്ട് നമുക്കും തോന്നും അതുള്ളതാണല്ലോ. അയാൾ പള്ളിക്ക് ചോദിച്ചപ്പോൾ പള്ളിക്ക് തന്നിട്ടുണ്ട്, മദ്രസക്ക് ചോദിച്ചപ്പോൾ മദ്രസക്ക് തന്നിട്ടുണ്ട്, കുട്ടിനെ കെട്ടിക്കാൻ ചോദിച്ചപ്പോൾ അന്നേരം തന്നിട്ടുണ്ട്, വീടുണ്ടാക്കാൻ ചോദിച്ചപ്പോൾ അള്ളാഹ് പറയും കദബത്, നീ പറഞ്ഞത് കള്ളാണ്. നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് യുദ്ധം ചെയ്ത് ഷഹീദായി, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ മനുഷ്യനെ നാളെ പരലോകത്ത് പിടിച്ചു നിർത്തിയിട്ട് അള്ളാഹ് ചോദിക്കും, ഈ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് ഞാൻ ചെയ്തു തന്നില്ല. ചെയ്തു തന്ന, എന്നിട്ട് നീ എന്താ എനിക്ക് ചെയ്തത്? പടച്ചോനെ ഞാൻ യുദ്ധം ചെയ്തില്ലേ, ഏതുവരെ ഞാൻ ഷഹീദാകുന്നത് വരെ. അള്ളാന്റെ ഉടനുള്ള മറുപടി, നീ പറഞ്ഞത് കള്ളാണ്. മരിച്ച ആള് കണ്ട മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. എന്ത് സംഭവം? നമ്മൾ അളക്കുന്ന അളവ് പോലും കൊണ്ടല്ല അള്ളാഹ് നമ്മെ അളക്കുന്നത്. നമ്മൾ ആളുകളെ അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലല്ല അള്ളാഹ് നമ്മെ അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയില്. അപ്പൊ അള്ളാഹ് ഉപയോഗിക്കുന്ന സ്കെയിൽ ഉപയോഗിച്ച് അത് വേറെ ആരെയും അളക്കാൻ നമുക്ക് പറ്റൂല. എനിക്ക് എന്നെ അളക്കാൻ പറ്റും, നിങ്ങൾക്കൊക്കെ നിങ്ങളെ അളക്കാൻ പറ്റും. ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ഖൽബാ നന്നാവേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ പ്രത്യക്ഷമായ സ്വഭാവങ്ങളിലേക്ക്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്, മറിച്ച് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണ്. എന്തിനാ കൊടുത്തത്? ചോദിച്ചപ്പോൾ കൊടുത്തില്ലേ? എന്തിനാ കൊടുത്തത്? ബാങ്ക് കൊടുത്തപ്പം പള്ളിയിലേക്ക് വന്നിട്ടില്ലേ? എന്തിനാ വന്നത്? മയ്യത്ത് നിസ്കരിക്കാൻ പോയിട്ടില്ലേ? എന്തിനാ പോയത്? യുദ്ധം ചെയ്തില്ലേ? എന്തിനാ യുദ്ധം ചെയ്തത്? അത് അള്ളാഹ് നോക്കുന്നത്. അള്ളാന്റെ ചോദ്യം ചെയ്തോ, കൊടുത്തോ, നിസ്കരിച്ചോ, പോയോ, വന്നോ അല്ല, എന്തിനെന്നൊരു ചോദ്യം അള്ളാന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കണം. ഞാൻ എന്തിനാ മയ്യത്ത് നിസ്കരിക്കാൻ പോയത്? അവിടെ നാട്ടിലാളല്ലേ, എല്ലാരും ഉണ്ടാകുമ്പോ അല്ല നിന്നെ കണ്ടില്ലല്ലോ എന്ന് നാളെ ആൾക്കാർ ചോദിക്കൂലേ? പോകാം, ഷർട്ട് എടുത്തിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി പോകുന്നുണ്ടെങ്കിൽ പോണ്ട. രോഗിനെ കാണാൻ നമ്മൾ പോകുമ്പോ അതിപ്പോ 10 ദിവസം അഡ്മിറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാൻ പോയിട്ടില്ല, മൂപ്പരെന്താ വിചാരിക്കുക? എന്തിന്? നമ്മളോട് ചോദിക്കാൻ ഹൃദയം ശുദ്ധീകരിക്കാം. സർവ്വതും അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നാൽ അതാണ് തഖ്വ. ഇത് പറയാൻ സുഖമാണ്, നിങ്ങൾക്ക് കേൾക്കാനും സുഖമാണ്. പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നന്നേ പാടുള്ളൊരു വിഷയമാണ്. മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, ഇമാം സുഫിയാൻ സൗരിയൊക്കെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരു കാര്യത്തിലും പ്രയാസപ്പെട്ടിട്ടില്ല, ഒരു വിഷയത്തിൽ പ്രയാസപ്പെട്ടതുപോലെ. ഏതാ പ്രയാസം അറിയോ?
നിയ്യത്ത് ശരിയാക്കാൻ ഞങ്ങൾ പ്രയാസപ്പെട്ടതുപോലെ ജീവിതത്തിൽ ഒരു പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എന്താ നിയ്യത്ത്? നേരത്തെ പറഞ്ഞ വിഷയം എന്തിന് എന്നൊരു ചോദ്യത്തിന് ഉത്തരം അള്ളാന്റെ കൂലി കിട്ടാൻ എന്നുള്ളതാക്കി തീർക്കാൻ. ഇതാണ് ഉത്തരം. ഇതിന് ഞാൻ ഇന്ന് വരെ ഈ ഇരിക്കുന്ന നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? പോകാൻ ചിലപ്പം പ്രയാസം ഉണ്ടായിട്ടുണ്ട്. വണ്ടി കിട്ടാത്ത പ്രയാസം, വണ്ടി ഇല്ലാത്ത പ്രയാസം, ചാവി കാണാത്ത പ്രയാസം, അല്ലേ, ഷർട്ട് തേക്കാത്ത പ്രയാസം, ഇങ്ങനത്തെ ചില പ്രയാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. നമ്മളെ നിയ്യത്ത് ശരിയാക്കാത്ത ഒരു പ്രയാസം കൊണ്ട് നമ്മൾ ലേറ്റായ സംഭവം ഉണ്ടോ? എന്നാൽ അതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇത് തഖ്വയാണ്. അതാണ് തഖ്വ. അതുകൊണ്ടാണ് മുൻഗാമികൾക്ക് ആ പ്രയാസം ഉണ്ടായത്. നമുക്കതില്ലാത്തതിന്റെ കാരണം അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. തഖ്വയുള്ള ഹൃദയമാക്കി മാറ്റണം. മനസ്സിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വേഷത്തിലല്ല, എന്റെ നിസ്കാരത്തിലല്ല. അത്തഖ്വാ ഹാഹുനാ, ഇവിടെയാണ് തഖ്വ എന്ന് 3 തവണയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചത്. ഇവിടെയാണ് നന്നാവേണ്ടത്. ഇവിടെ ഞാൻ കുശുമ്പും കുന്നായ്മയും അസൂയെ അത്തരത്തിലുള്ള വിദ്വേഷമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുന്നിൽ കാണുമ്പോൾ അസ്സലാമു അലൈക്കും സുഖല്ലേ അല്ലേ ഒരു ചിരിയൊക്കെ പാസ്സാക്കിയിട്ട് മോനുണ്ടല്ലോ തിരിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ അത്തരം മനസ്സിന്റെ ഉടമകളായി നമ്മൾ കഴുകുക, ശുദ്ധീകരിക്കുക, എല്ലാം എടുത്തിട്ട് കഴുകി കളയാം. ഒന്നാമത്തത് തൗഹീദ് കൊണ്ട് കഴുകുക, രണ്ടാമത്തത് തഖ്വ കൊണ്ട് കഴുകുക. അങ്ങനെ തഖ്വ കൊണ്ട് ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകും. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ആ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വയെ വിശദീകരിച്ചപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞെന്താ അറിയോ? അത്തഖ്വാ ഹിയൽ ഖൗഫു മിനൽ ജലീൽ. അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ഭയം മനസ്സിലുണ്ടാവും. തെറ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യാത്തത്? സാഹചര്യമില്ല. എങ്ങനെ അപ്പം ആളുകൾ കാണും തെറ്റ് ചെയ്യുന്നതിനാണ് അല്ലേ? പലരും തെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ആദ്യത്തെ ചോദ്യങ്ങൾ ഉപേക്ഷിച്ചോളൂ. എന്തുകൊണ്ടാ തെറ്റ് ചെയ്യുന്നത്? അയാൾക്ക് സൗകര്യം കിട്ടി, വാപ്പല്ല, ഉമ്മല്ല, കുടുംബക്കാരില്ല, ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വന്നു. ഈ നാട്ടിൽ നിന്ന് അങ്ങ് പോയി, ടൂറ് പോയി, കമ്പനിയായിട്ട് പോയി, ആടപ്പം ആരാ നമ്മളെ പരിചയമുള്ളവര്. ഇനിയിപ്പോ ഇവിടുന്ന് നമ്മളിപ്പോ എന്തായാലും എന്തേ തെറ്റ് ചെയ്യാനുള്ള കാരണം? സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ഏതാണ് സാഹചര്യം? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലതാ ഡോറുകൾ കുറ്റിയിടപ്പെടുകയാണ്, ഡോറുകൾ അടക്കപ്പെടുകയാണ്. അതാ തന്റെ പ്രിയപ്പെട്ട സയ്യിദിന്റെ നേതാവിന്റെ ഭാര്യയും റൂമിലുണ്ട്. അവരെന്തോ ഒരു ആവശ്യത്തിന് വിളിച്ചു വരുത്തിയതാണ്. വന്നിട്ട് അവര് പറഞ്ഞത് എന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വറാബത്തുഹുല്ലതി വഫീ ബൈതിഹാ അൻ നഫ്സി വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈത ലക് ഖാല മആദല്ലാഹ്. ഇതൊരു പരീക്ഷണ. അത്തരം പരീക്ഷണം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് യൂസുഫ് നബിന്റെ ജീവിതത്തിലൂടെ അള്ളാഹ് പഠിപ്പിക്കാൻ നമ്മളെ. അത്തരം ഒരു സന്ദർഭത്തിൽ അത്തരം ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ എല്ലാ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആരും കാണാനില്ല, ഒരു പ്രശ്നങ്ങളുമില്ല, എല്ലാം സെക്യൂർഡാണ്, സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഹൈത്തലക്ക് വാ, അങ്ങോട്ട് വരൂ. അവളുടെ വിളിയാണ്, അവളുടെ ക്ഷണമാണ്. ഖാല മആദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മത്വാ ഇന്നഹു ലാ യുഫ്ലിഹു ദ്ദാലിമൂൻ. അല്ലാഹുവിനാണ് ശരണം, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നുണ്ട്. ഇത് അല്ലാഹ് കാണും. എന്ത് സുരക്ഷ, ഏത് കുറ്റിയിട്ടാലും, ഏത് ഡോറുകൾ അടച്ചുപൂട്ടിയാലും, ഞാനും എന്റെ കമ്പ്യൂട്ടറും എന്റെ മൊബൈലും ഒരു റൂമിൽ തനിച്ചായാലും, എന്റെ മാതാപിതാക്കളില്ലാതെ, എന്റെ കുടുംബമില്ലാതെ, എന്റെ ബന്ധുമിത്രാദികളില്ലാതെ, എന്നെ പരിചയമുള്ള ആരുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഞാൻ ഹറാമിലേക്ക് കാലെടുത്തു വെക്കുമ്പോ ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ നിരീക്ഷണത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു ഹറാം പ്രവർത്തിക്കാനും എന്നെ കൊണ്ട് സാധ്യമല്ല.
അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ ചരിത്രം നമുക്കറിയില്ലേ? മകന് കെട്ടിച്ചു കൊടുത്ത പെണ്ണിനെ എങ്ങനെയാ തെരഞ്ഞെടുത്തത്? ഉമ്മ വെള്ളം ചേർക്കാണ് പാലില്. കഥ നിങ്ങൾ കേട്ടതല്ലേ എത്രയോ അല്ലേ? മോളോട് പറഞ്ഞു വെള്ളം ചേർക്കാൻ, മോള് പറഞ്ഞ് അമീർ മുഅ്മിനീൻ കാണും. അമീർ മുഅ്മിനീന്റെ കാണുമെന്നല്ല, അമീർ മുഅ്മിനീന്റെ കൽപ്പനയുണ്ടോ? ഈ അന്നേരം ഉമ്മാന്റെ മറുപടി എന്താ? ഇന്ന അമീറൽ മുഅ്മിനീന അൽആന ലാ യറാന. ഈ നട്ടപ്പാതിരെ പൊലച്ച നേരത്ത് അമീർ മുഅ്മിനീൻ നമ്മളെ കാണേ, അയാൾ ഇവിടെ ഉണ്ടോ? അയാൾ ഇവിടെ ഇല്ല, നീ ധൈര്യമായി ചേർത്തോ. ആ മകളുടെ മറുപടി, യാ ഉമ്മ ഇല്ലം യകുൻ ഉമറുൻ യറാന ഫഇന്നല്ലാഹ യറാന. ഉമർ കണ്ടില്ലെന്ന് വന്നേക്കാം എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പക്ഷേ ഇന്നല്ലാഹ യറാന, നമ്മൾ ഈ പ്രവർത്തിക്കുന്ന പ്രവൃത്തി നമ്മുടെ റബ്ബ് കാണില്ലേ ഉമ്മ? അതാണ് തഖ്വ. ഇത് പുറത്തു നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. പിറ്റേന്ന് വന്നു, വിവാഹം ഉന്നയിച്ച് തന്റെ മോൻ ആസിമിന് ആ മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. തെക്കുവെള്ള കൂട്ടിനെ കിട്ടിയപ്പോ കല്യാണം കഴിച്ചു കൊടുത്തു. ഇതാണ് തഖ്വ. അങ്ങനെയാ തെക്കുവെള്ളവർ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ രഹസ്യമായി തിന്മ ചെയ്യുന്നവരല്ല നമ്മൾ പരിശോധിക്കേണ്ടതാ. നമ്മൾ ഒറ്റക്കായാൽ നമ്മുടെ സ്വഭാവം എന്ത്? പരസ്യത്തില് അല്ലേ നമ്മൾ പരിചയമുള്ളപ്പോ, നമ്മൾ എല്ലാവരും ഉണ്ടാകുമ്പോ നമ്മൾ തെറ്റിയൂല. ഒറ്റക്കാകുമ്പോ നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താ? എല്ലാവരും ഉണ്ടാകുമ്പോ, പള്ളിയിലാകുമ്പോ നമ്മുടെ സുന്നത്ത് നിസ്കാരം, നമ്മുടെ ഫർദ് നിസ്കാരം എല്ലാം ഒക്കെ അല്ലേ? ഒറ്റക്കാകുമ്പോ നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളുടെ അവസ്ഥ എന്താ? നമ്മുടെ ദിക്റുകളുടെ അവസ്ഥ എന്താ? പരിശോധിക്കണം. ഇതാണ് തഖ്വ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാകെ ഒരു മാറ്റം, റമദാൻ അതിനുള്ളതാണ്. ലഅല്ലക്കും തത്തഖൂൻ. ഇതിനൊന്നും ഒരു മാറ്റമില്ലാത്ത രൂപത്തിൽ ഈ നോമ്പിനും ഒരു പ്രത്യേകമായ അന്നപാനീയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് നോമ്പാണ്. എന്തേ കാരണം? പൊലിച്ചക്കാണ്, സുബൈന്റെ മുമ്പ് ഭക്ഷണം കഴിച്ചാണ്. ഇനി നോമ്പ് മഗ്രിബിനാണ് നമ്മൾ നോമ്പ് തുറക്കുക അല്ലേ? അതുകൊണ്ട് നോമ്പാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മല്ലം യദഉ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു. ഈ ഹദീസ് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും കേൾക്കണം. പക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കും, എങ്കിലും നോമ്പിന്റെ മുന്നോടിയായിട്ട് ഒന്നുകൂടെ നമ്മൾ മനസ്സിരുത്തി കേൾക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മല്ലം യദഉ ഖൗല الزൂരി വൽ അമല ബിഹി വൽ ജഹൽ. അവിവേകമായ മോശമായ തിന്മകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, സംസാരം കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ, ഗീബത്ത് കേൾക്കുമ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഉള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ നേടിയെടുത്തിട്ടില്ല എങ്കിൽ, ഗീബത്ത് പറയാൻ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, റോഡിലൂടെ യാത്രയിലൂടെ പോകുമ്പോ ഒരു ഹറാമായ പോസ്റ്റർ കാണുമ്പോ കണ്ണിനെ പിന്നോട്ട് വലിക്കാൻ, ഇന്നീ സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനല്ലേ എന്ന് നമുക്ക് നമ്മോട് ചോദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അത്തരക്കാരോടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അല്ലാഹുക്ക് യാതൊരു ആവശ്യവുമില്ല കേട്ടോ, അയ്യദഅ തആമഹു വശറാബഹു. റസൂലുള്ളാഹിന്റെ പദപ്രയോഗം ശ്രദ്ധിക്കണേ. നിങ്ങൾ നോമ്പെടുക്കണമെന്ന് അല്ലാഹുക്ക് ആവശ്യമില്ല എന്നല്ല റസൂലുള്ള പറഞ്ഞത്, അത് നോമ്പല്ല. അയാൾ വെള്ളം കുടിക്കാതിരിക്കണം, അയാൾ ഭക്ഷണം കഴിക്കാതിരിക്കണം എന്ന് അള്ളാഹ്ക്ക് ആവശ്യമില്ല. ഇത് നോമ്പല്ല. ഇതെന്താ? ഇത് നിരാഹാരം. അങ്ങനെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേവലം ഈ നിരാഹാരം കിടക്കണമെന്ന് റഹ്മാനായ റബ്ബിന് യാതൊരു താല്പര്യവുമില്ല. നിന്റെ കണ്ണിന് നോമ്പാവണം, നിന്റെ കാതിന് നോമ്പാവണം, നിന്റെ നാവിന് നോമ്പാവണം, നിന്റെ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും നോമ്പാവണം. കേവലം ആമാശയത്തിന് മാത്രമല്ല നോമ്പ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ രൂപത്തിൽ സർവ്വതും നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഖുർആനിന്റെ മാസമാണ്, ഖുർആനിന്റെ അവതീർണത കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. തീരുമാനിക്കുക ഇപ്പം തന്നെ. ഖുർആൻ ഓതി നമ്മൾ തീർക്കും. പക്ഷെ ഓതൽ മാത്രമല്ല, കുറച്ച് സൂറത്തുകൾ ഞാൻ തിരഞ്ഞെടുക്കും.
കുറച്ച് സൂറത്തിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് പഠിക്കണം, കുറച്ച് ആയത്തുകളൊക്കെ എനിക്ക് പഠിക്കണം, അതൊക്കെ എന്നിൽ പരിവർത്തനം ഉണ്ടാക്കണം. ഈ റമദാൻ എനിക്ക് പരിവർത്തനം ഉണ്ടാക്കാനുള്ള റമദാനാവണം. ഇതുവരെ കുറേ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറേ നോമ്പൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. പക്ഷേ ഈ നോമ്പ് അങ്ങനെയല്ല. എൻ്റെ ഈമാനും എൻ്റെ തഖ്വയും ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു കരുത്തുറ്റ തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുക്കാം. കുടുംബ ബന്ധം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ നോമ്പ് നോക്കാൻ തയ്യാറാവും, നമ്മൾ നിസ്കരിക്കാൻ തയ്യാറാവും, നമ്മളൊക്കെ ചെയ്യാൻ തയ്യാറാവും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ കഷ്ടപ്പാടിനൊന്നും അള്ളാൻ്റെ ഒരു പ്രതിഫലം കിട്ടാത്തൊരവസ്ഥ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതും കൂടെ പറഞ്ഞിട്ട് ഈ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഇത് പറയാതെ പോയാൽ എനിക്ക് പോകുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയുന്ന വിഷയമായിരിക്കും, പക്ഷെ പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. കാരണം എന്താ, നമ്മളൊക്കെ ഇത്തരത്തിലൊക്കെ മാനസികമായി തയ്യാറെടുത്ത് ഒരുപാട് ഇബാദത്തുകളൊക്കെ നിർവഹിച്ചിട്ട് ഇത് നാളെ അള്ളാൻ്റെ അടുത്തെത്തിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലോ അതിലും വലിയൊരു ദുരവസ്ഥ വേറെയല്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇത്നൈനി വ യൗമൽ ഖമീസ്. എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അതാ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ. ശിർക്ക് ചെയ്യാത്ത മുവഹിദുകൾക്കൊക്കെ അല്ലാഹ് അന്ന് പുറത്തു കൊടുക്കും. അള്ളാന്റെ മഗ്ഫിറത്ത് ഉണ്ടാകും. എന്താ ഡിമാൻഡ്? ശിർക്ക് ചെയ്യരുത്. നമുക്ക് ധൈര്യല്ലേ? അത് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ? പടച്ചോനെ തൗഹീദ് ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ അടുത്തത് ശ്രദ്ധിക്കണേ, ഇല്ലാ റജുലൻ, അയാൾക്ക് തൗഹീദ് ഉണ്ട്, ഒരാൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കൂല, അയാളുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല. ഇല്ലാ റജുലൻ, ഒരാൾ, അയാൾക്ക് എന്ത് ശിർക്ക് ചെയ്തിട്ടാണോ? അല്ല, അയാൾക്ക് തൗഹീദ് ഉണ്ട്, അയാൾ മുവഹിദാണ്, അയാൾ തഖ്വയുള്ളവനാണ്, അയാൾ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവനാണ്. അല്ലാഹു അല്ലാത്തവരോട് അയാൾ പ്രാർത്ഥിക്കാറില്ല, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ സമർപ്പിക്കാറില്ല. പക്ഷേ എന്ത് പാതകമാണ് അയാൾ ചെയ്തത്? ബൈനഹു വബൈന അഖീഹി ശഹ്നാ. അയാളും അയാളുടെ സഹോദരനും പിണക്കത്തിലാണ്. ഇതാ പ്രശ്നം. അയാളും അയാളുടെ ജ്യേഷ്ഠനും തെറ്റി നടക്കുകയാണ്. നിസ്കാരത്തിന് കുഴപ്പമില്ല, ഒന്നാമത്തെ സഫിലുണ്ട്, നോമ്പിന് പള്ളിയിൽ സജീവാൻ, തറാവീഹ് മാത്രം മതി നമുക്ക് ഖിയാമുൽ ലൈൽ സംഘടിപ്പിക്കേണ്ടതെന്ന് ചോദിക്കും. സകാത്ത് ഇന്റത് ഇത്ര എന്ന് പറഞ്ഞ് കണക്ക് നോക്കി കൊടുക്കും. ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് തയ്യാറാണ്. പാവങ്ങൾ ചോദിച്ചാൽ വാരിക്കോരി കൊടുക്കും. പക്ഷേ അയാളുടെ ഹജ്ജ് അള്ളാഹുവിന് ആവശ്യമില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള മറുപടി, അൻദിറൂ ഹാദൈനി ഹത്താ യസ്തലിഹാ. ആ രണ്ടുപേരുടെ അവിടെ നിൽക്കട്ടെ, അവരുടെ നിസ്കാരം അവിടെ നിൽക്കട്ടെ, അവരുടെ ഖുർആൻ പാരായണം അവിടെ നിൽക്കട്ടെ, അവരുടെ നോമ്പും അവരുടെ സകാത്തും അവരുടെ നന്മകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതുവരെ? ഹത്താ യസ്തലിഹാ. അവരൊന്ന് അങ്ങോട്ട് പോയി സലാം പറയട്ടെ, അവരൊന്ന് രമ്യതയിലേക്ക് എത്തട്ടെ, ആ അറ്റുപോയ ബന്ധമൊന്ന് വിളക്കി ചേർക്കട്ടെ. എന്നിട്ട് മതി എനിക്കെന്റെ ഇബാദത്തുകൾ. ഇത് നമ്മൾ നോമ്പിന്റെ മുമ്പേ ക്ലിയർ ആക്കണം. പ്രശ്നം പിശാച് സമ്മതിക്കും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. നമുക്ക് മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഓക്കെ ആണെന്നൊന്നും നമ്മളാരും വിചാരിക്കണ്ട. മനുഷ്യന്മാരാണ്. അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ മരക്കളാവണം. നമ്മളന്ന് മനുഷ്യന്മാരായിട്ട് പടച്ചോല തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ തെറ്റ് അങ്ങനെ ഒരു അഭിമാനമായിട്ട് കൊണ്ടെടുക്കുന്നവരാണ് മോശപ്പെട്ട ആളുകൾ, അല്ലേ? ഞാള് മിണ്ടാണ്ടായിട്ട് 5-10 കൊല്ലായി, ഇപ്പം എനിക്കെന്താ കുഴപ്പം? മരിച്ചാലേ അറിയും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിന് മുമ്പ് തിരുത്താനുള്ളത് തിരുത്തുക. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും മനുഷ്യരെ. അള്ളാന്റെ അധ്യാപനാണ്. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക.
പിശാച് നമ്മളോട് പറയും, അതിന് ഞാൻ അങ്ങോട്ട് മിണ്ടാണ്ടിരുന്നല്ലോ, ഓൻ ഇങ്ങോട്ട് വരായിട്ടല്ലേ. ഞാൻ എൻ്റെ മോളെ കല്യാണം ക്ഷണിച്ചിട്ടും ഓൻ്റെ മോൻ്റെ ഇന്നെ ക്ഷണിച്ചിട്ടില്ലല്ലോ, അങ്ങനല്ലേ മിണ്ടാണ്ടായത് അല്ലേ? ഞാൻ സുഖമില്ലാണ്ട് കിടന്നിട്ട് ഓൻ എന്നാ വന്നത്, ഓനൊന്ന് തിരിഞ്ഞു നോക്കിയോ? പല കാരണങ്ങളും ഉണ്ടാവും. ഇതൊന്നും അള്ളാന്റെ മുമ്പ് പറയാൻ പറ്റിയ കാരണമല്ല, ഇതൊന്നും കുടുംബ ബന്ധം മുറിക്കാനുള്ള കാരണമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹ് പറഞ്ഞത്, അബൂബക്കറേ തന്റെ മകളെ പറ്റി വ്യഭിചാരോപണം പറഞ്ഞ തന്റെ ബന്ധത്തിൽപ്പെട്ട താൻ ചെലവിന് കൊടുക്കുന്ന മിസ്തഹ് റളിയല്ലാഹു അൻഹു തന്റെ മകളെ പറ്റി ആരോപണം പറഞ്ഞു നടന്നപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്ത, ഇനി മിസ്ഹബിന് ഞാൻ ചെലവിന് കൊടുക്കൂല. അള്ളാഹ് പറഞ്ഞു, തിരുത്തണം അബൂബക്കറേ, താങ്കൾ ഇങ്ങനത്തെ ഒരു തീരുമാനമെടുക്കരുത്. വിട്ടുവീഴ്ച കാണിക്കണേ അബൂബക്കറേ. നമ്മളോടാ, നമുക്ക് പല ന്യായം പറയാനില്ലേ, വിട്ടുവീഴ്ച കാണിക്കണം. എന്നിട്ട് അള്ളാന്റെ ചോദ്യമുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നമ്മൾ റമദാനിനെ പ്രതീക്ഷിക്കുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കാനല്ലേ, അള്ളാഹു നമുക്ക് പുറത്തു തരാനല്ലേ. അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? എന്നാ പുറത്തു കൊടുക്കി നിങ്ങളുടെ ജ്യേഷ്ഠന്, മാപ്പ് കൊടുക്കി നിങ്ങളെ പെങ്ങൾക്ക്, മാപ്പ് കൊടുക്കി നിങ്ങളുടെ തെറ്റിപ്പോയ കുടുംബ ബന്ധങ്ങൾക്ക്. മാപ്പ് കൊടുത്തിട്ട് കയറിച്ചെന്ന് സലാം പറയാനുള്ള വിശാലമായ മാനസികാവസ്ഥയുള്ള തഖ്വയുള്ള ഈമാനുള്ള യഥാർത്ഥ വിശ്വാസികളിലേക്ക് നമ്മൾ പരിവർത്തനം സംഭവിപ്പിക്കണം, മാറ്റം വരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല എങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉർ റഹീം, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കൃത്യം, ഒരു സംശയത്തിനും വകയില്ലാത്ത രൂപത്തിലുള്ള സംസാരമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പറ്റിപ്പോകും, അബദ്ധങ്ങൾ, തെറ്റുകൾ സംഭവിക്കും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഗൗരവമുള്ള വിഷയങ്ങൾ ഗൗരവം മനസ്സിലാക്കുകയും അത് തിരുത്താനുള്ള വിശാലമായ മനസ്സ്, അത് തഖ്വയിലൂടെയും ഈമാനിലൂടെയുമാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അങ്ങനെ നേടിയെടുക്കുക, പറ്റിപ്പോയ അബദ്ധങ്ങൾ തിരുത്താനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ റഹ്മാനേ. അല്ലാഹുവേ, ഈ ലോകത്ത് ജീവിക്കുന്ന കാലം അത്രയും ഈമാനോടെ, തഖ്വയോടെ, തൗഹീദോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ, തഖ്വയോടെ, തൗബയോടെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, പരീക്ഷണങ്ങൾ ഈമാൻ കൊണ്ട് നേരിടാൻ ഞങ്ങൾക്ക് നീ കരുത്തു പകരണേ അല്ലാഹ്. അല്ലാഹുവേ, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബത്തിൽ സമാധാനമുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന അവസ്ഥകളാണ് പലയിടത്തും. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും സന്തോഷവും സമാധാനവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ, വേദനകൾ, യാതനകൾ സഹിച്ചവരാണ്. അല്ലാഹുവേ, പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ അല്ലാഹുവേ, നീ ഖബറുടെ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരെ അനുസരിച്ച്, അവരെ സംരക്ഷിച്ച്, അവർക്ക് നന്ദി ചെയ്ത് അവരുടെ തൃപ്തി കരസ്ഥമാക്കി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ബല്ലിഗ്നാ റമദാൻ اللهم وفقنا فيه للصيام والقيام وتلاوة القرآن يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.